ആ പ്രോഗ്രസ് റിപ്പോർട്ട് വായിച്ചാൽ തന്നെ നിങ്ങൾക്കറിയാലോ. ആ പ്രോഗ്രസ് റിപ്പോർട്ട് പണ്ടുണ്ടായിരുന്ന 328 പേജ് അത് 24 പേജായിട്ട് ഇപ്പൊ തന്നെ കുറച്ചു. എന്താണ് ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ ഗവൺമെന്റിനുള്ള അവകാശവാദം? എന്ത് അവകാശവാദമാണ് സർക്കാരിനുള്ളത്? അതായത് 10 വർഷം കൊണ്ടാണ് 5 ലക്ഷം വീട് പണിതെന്ന് പറഞ്ഞത്. അത് 2016 വാഗ്ദാനമാണ് 5 ലക്ഷം വീട് പണിയാന്നുള്ളത്, അല്ലേ? അപ്പൊ അതിപ്പോ 10 വർഷം കൊണ്ട് 5 ലക്ഷം വീട് പണിതെന്ന ഉമ്മൻചാണ്ടിയുടെ സർക്കാർ 5 കൊല്ലം കൊണ്ട് 4,43,000 വീട് പൂർത്തിയാക്കുകയും 50,000 വീടിന്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്യും. ആ 50,000 കൂടി ഇവരുടെ 5 ലക്ഷത്തിൽ കൂട്ടിയിരിക്കുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഇവര് 10 വർഷം കൊണ്ട് 4.5 ലക്ഷം വീടും ഉമ്മൻചാണ്ടി സർക്കാർ 5 വർഷം കൊണ്ട് 5 ലക്ഷം വീടുമാണ് പണിത്. അപ്പോ ആ ഭവന നിർമ്മാണത്തിന്റെ കാര്യം 10 കൊല്ലം കൊണ്ടാണെന്നുള്ളത് മറച്ചു വെച്ചിട്ടാണ് ഈ പ്രോഗ്രസ് കാർഡ് ഇറക്കിയിരിക്കുന്നത്. രണ്ടാമത് 2021 തെരഞ്ഞെടുപ്പ് വാഗ്ദാനം എന്തായിരുന്നു? സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 1,600 രൂപയിൽ നിന്ന് 2,500 രൂപയാക്കുന്നു. എന്നിട്ട് 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടിക്കൊടുത്തില്ല എന്ന് മാത്രമല്ല, ഈ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് 4.25 കൊല്ലം 1,600 രൂപ തന്നെയായിരുന്നു. 1 രൂപ കൂട്ടിയില്ല. വാഗ്ദാനമായിരുന്നു. എന്നിട്ട് ഇപ്പോ 400 രൂപ കൂട്ടി. അപ്പൊ ഇവര് പറഞ്ഞ 2,500 എവിടെ പോയി? അപ്പൊ ജനങ്ങളെ കബളിപ്പിച്ചു. ഞങ്ങൾക്ക് 1,600 രൂപയുടെ പെൻഷൻ 2,500 രൂപയാക്കി തരാം എന്ന് പറഞ്ഞ് ജനങ്ങളെ കബളിപ്പിച്ച് വോട്ട് തേടി അധികാരത്തിൽ വന്ന ആളുകൾ 4.25 കൊല്ലക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടാതെ അവസാനത്തെ 3 മാസം തെരഞ്ഞെടുപ്പ് അടുക്കാൻ പോകത്ത് 400 രൂപ കൂട്ടി. അപ്പോൾ 2,500 ആക്കിയില്ല. എന്താ പറഞ്ഞത്? റബ്ബറിന് 250 രൂപ ആക്കുമെന്ന് പറഞ്ഞു. അത് പാലിച്ചോ? അത് പാലിച്ചില്ല. വാഗ്ദാനം പാലിച്ചില്ല. ഒരു വാഗ്ദാനവും പാലിച്ചില്ല. മാത്രമല്ല, പിന്നീട് ആരോഗ്യരംഗത്ത് കാരുണ്യ പദ്ധതി അടക്കമുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയ മുഴുവൻ പദ്ധതികളിലെ കടമാക്കി. കാരുണ്യ ബെനവലന്റ് പദ്ധതി കടമാക്കി. ഹൃദ്യം പദ്ധതി ഇല്ലാതായി. ആശ്വാസകിരണം ഇല്ലാതായി. നേരത്തെ ഉണ്ടായിരുന്ന ആരോഗ്യരംഗത്തുണ്ടായിരുന്ന പദ്ധതികൾ പോലും ഇല്ലാതാക്കി. ആരോഗ്യരംഗത്തെ താറുമാറാക്കി, വെന്റിലേറ്ററിലാക്കി. ആണല്ലോ, ശരിയാണല്ലോ. വേറൊരു കാര്യം അറിയാവുന്നത്, മത്സ്യത്തൊഴിലാളികളെ സംരക്ഷിച്ചു എന്നാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നപ്പോൾ മണ്ണെണ്ണയ്ക്ക് 40 രൂപ മാർക്കറ്റിൽ വിലയുണ്ടായിരുന്നപ്പോൾ 25 രൂപ സബ്സിഡി കൊടുത്തു. ഇപ്പൊ മാർക്കറ്റിൽ 110 രൂപയാണ്. 1 രൂപ സബ്സിഡി കൂട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല, ഈ 25 രൂപയുടെ സബ്സിഡി പോലും ഇപ്പൊ കൊടുക്കുന്നില്ല. ഇപ്പൊ മത്സ്യത്തൊഴിലാളി സമൂഹത്തിന് 12,000 കോടി രൂപയുടെ പാക്കേജ് പ്രഖ്യാപിച്ചിട്ട് അവരെ കളിപ്പിച്ചു. പിന്നെ ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പച്ചക്കള്ളങ്ങളാണ് ഇത് എഴുതിയിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചെന്ന്. ഇടുക്കി ജില്ലയിലെ മുഴുവൻ ഭൂമി പ്രശ്നങ്ങളും പരിഹരിച്ചെന്ന് എഴുതിയിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ ഏത് ഭൂമി പ്രശ്നമാണ് പരിഹരിച്ചത്? നിങ്ങൾക്കറിയാം, പട്ടയ പ്രശ്നങ്ങളെല്ലാം നിലനിൽക്കുന്നു. സുപ്രീം കോടതിയിലെ CHRന്റെ കേസ് നിൽക്കുന്നു. പട്ടയ കേസ് ഹൈക്കോടതിയിൽ നിൽക്കുന്നു. അതായത് റവന്യൂ ഭൂമി പോലും ഇവര് വിജ്ഞാപനമിറക്കി വനഭൂമിയാക്കി മാറ്റി ഡീനോട്ടിഫൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ആ വാക്ക് പാലിച്ചില്ല. CHRലെ പ്രശ്നങ്ങളുണ്ട്. കുത്തകപ്പാട്ടം കൊടുക്കുന്നില്ല. ഏലം കുത്തകപ്പാട്ടത്തിന്റെ ഇത് കൊടുക്കുന്നില്ല. വ്യാപകമായ ഭൂമി പ്രശ്നങ്ങളാണ് ഈ ജില്ല മുഴുവൻ, ഇടുക്കി ജില്ല മുഴുവൻ. എന്നിട്ട് പച്ചക്കള്ളം പ്രോഗ്രസ് റിപ്പോർട്ടിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇടുക്കി ജില്ലയിലെ ഭൂമി പ്രശ്നങ്ങൾ മുഴുവൻ പരിഹരിച്ചു എന്നുള്ള നുണയാണ്. ഈ പ്രോഗ്രസ് റിപ്പോർട്ടിൽ മുഴുവൻ നുണയാണ്. പിന്നൊന്ന് പറഞ്ഞിരിക്കുന്നത് വിഴിഞ്ഞം തുറമുഖം അവരാണ് കൊണ്ടുവന്നതെന്ന്. അതെങ്ങനെ കൊണ്ടുവന്നത്? ഉമ്മൻചാണ്ടിയുടെ കാലത്ത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ മുഴുവൻ അനുമതികളും മേടിച്ച് സ്ഥലം അക്വയർ ചെയ്ത് കല്ലിട്ട് നിർമ്മാണ പ്രവർത്തനം തുടങ്ങി കൌണ്ട് ഡൌൺ ആരംഭിച്ചാണ്. അന്നത് 6,000 കോടി രൂപയുടെ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പാണെന്ന് പറഞ്ഞ പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറിയാ. ഇപ്പൊ നാണമുണ്ടോ അതിന്റെ ക്രെഡിറ്റ് അവകാശപ്പെടാൻ? അത് കടൽ കൊള്ളയെന്നാണ് ദേശാഭിമാനി വിശേഷിപ്പിച്ചത്. അതിപ്പോ സ്വന്തം നേട്ടത്തിലാക്കുകയാണ്. ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നെന്നാണ് രണ്ടാമത്തെ അവകാശവാദം. ഗെയിൽ പൈപ്പ് ലൈൻ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഇട്ടുകൊണ്ടിരുന്നപ്പോൾ അത് ഭൂമിക്കടിയിൽ ഒളിപ്പിച്ചു വെച്ച ബോംബാണെന്ന് പ്രസംഗിച്ച ആളാണ്. അത് നടത്തരുതെന്ന് പ്രസംഗിച്ച ആളാണ് പി രാജീവ്, ഇന്നത്തെ വ്യവസായ മന്ത്രി. എന്നിട്ട് ഗെയിൽ പൈപ്പ് ലൈനിന്റെ അവകാശവാദം അവരെടുക്കാണ്. ഇതിനേക്കാൾ കള്ളങ്ങൾ നിറച്ച, നുണകൾ നിറച്ച മറ്റൊരു പ്രോഗ്രസ് റിപ്പോർട്ട് എന്ന പേരിൽ ഇറക്കിയിരിക്കുന്ന വേറെ സംഭവമില്ല. ഓരോ വകുപ്പെടുത്തോ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് കുളവാക്കിയില്ലേ വിദ്യാഭ്യാസ രംഗം?
9 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർ ഇല്ല, നിരവധി കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല, കാലഹരണപ്പെട്ട കോഴ്സുകൾ ഇവിടെ നടക്കുന്നുണ്ട്. പഠിക്കാൻ ആളില്ല. ഈ കോഴ്സൊന്നും പിള്ളേർക്ക് വേണ്ട, അവര് പോവാണ് പുറത്തോക്കി. ഇത് എന്ത് ഉന്നത വിദ്യാഭ്യാസ രംഗമാണ്? കാർഷിക മേഖലയിൽ നെല്ല് സംഭരണം പാളി. അസലായിട്ട് 100% പൂർണ്ണതയോടുകൂടി നെല്ല് സംഭരണം, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് നടപ്പാക്കിക്കൊണ്ടിരുന്ന നെല്ല് സംഭരണം ഇവര് തകർത്ത് തരിപ്പണമാക്കി. നെല്ല് സംഭരണം, നാളികേര സംഭരണം എവിടെയാണ് നടക്കുന്നത്? എവിടെയാണ് നാളികേര സംഭരണം നടന്നത്? റബ്ബറിന്റെ കാര്യം ഞാൻ പറഞ്ഞു. എല്ലാ കാർഷിക ഉൽപ്പന്നങ്ങൾക്കും വിലയിടിഞ്ഞ് കർഷകർ സങ്കടത്തിലാണ്. ഇവര് പ്രഖ്യാപിച്ച ഒരു പാക്കേജും ഇവർ ഒരു സ്ഥലത്തും നടപ്പാക്കിയിട്ടില്ല. അതുകൊണ്ട് ഈ കള്ളങ്ങളെല്ലാം എഴുതി വെച്ച് കെട്ടിവെച്ചിരിക്കുന്ന നുണയുടെ ഒരു സംഭവമാണ്. അതിൽ പോലും പറയാനോ അവകാശപ്പെടാനോ ഒന്നുമില്ലാത്ത പ്രോഗ്രസ് റിപ്പോർട്ടാണ്. അത് കേരളത്തിലെ ഞങ്ങൾ ഈ സർക്കാരിനെതിരായി അവതരിപ്പിച്ച ഒരു കുറ്റപത്രമുണ്ട്. ആ കുറ്റപത്രം ജനങ്ങളുടെ കോടതിയിൽ വിചാരണ ചെയ്യപ്പെടും. അതിന്റെ ശിക്ഷയും ജനങ്ങൾ 9-ാം തീയതി വിധിക്കും.